ഹായ് മക്കളെ, +1 റിസൾട്ട് വരാൻ ഇനി ഏതാനും ദിവസങ്ങൾ മാത്രമേ ഉള്ളൂ. നിങ്ങൾക്ക് അതിൻ്റെതായ ടെൻഷൻ ഉണ്ടെന്ന് എനിക്കറിയാം. അപ്പോൾ നിങ്ങളുടെ മനസ്സിൽ +1 റിസൾട്ടുമായി ബന്ധപ്പെട്ട കുറച്ച് സംശയങ്ങളുണ്ട്. അപ്പോൾ എല്ലാ പോയിന്റ്സും നമുക്ക് എന്ത് ചെയ്യാം, 1 by 1 ക്ലിയർ ചെയ്യാം. നിങ്ങൾക്ക് +1 റിസൾട്ടുമായി ബന്ധപ്പെട്ട് എന്ത് സംശയം ഉണ്ടെങ്കിലും താഴെ കമന്റ് ചെയ്യുക. പിന്നെ ഇത് എഡ്യൂപോർട്ടിന്റെ പുതിയ +2 ചാനലാണ്. സബ്സ്ക്രൈബ് ചെയ്യാത്തവരൊന്നും സബ്സ്ക്രൈബ് ചെയ്ത് വെച്ചോളൂ. എല്ലാ ക്ലാസ്സും ലൈവ്സും എല്ലാം ഇനി ഈ ചാനലിലായിരിക്കും വരുന്നുണ്ടാവുക കേട്ടോ. റെഡി? അപ്പോൾ നമുക്ക് സ്റ്റാർട്ട് ചെയ്യാം. ഫസ്റ്റ് പോയിന്റ്, എക്സാമിന്റെ റിസൾട്ട് എന്നാണ് വരുന്നത് എന്നുള്ളത്. അപ്പോൾ ജൂൺ 10-ാം തീയതി ആയിരുന്നു പറഞ്ഞിരുന്നത്. അത് മാറ്റി വെച്ചിട്ട് അന്നേ പറഞ്ഞിട്ടുണ്ടായിരുന്നു വരാൻ പോകുന്നത് എന്നാണ്, ജൂലൈ 15 കേട്ടോ. ഇപ്പോഴും ജൂലൈ 15 ഒരു ക്ലാരിറ്റി ഇല്ല. 15 വരും എന്ന് പറഞ്ഞിട്ടുള്ളൂ. മേ ബി അതിന്റെ മുൻപ് വരാൻ ചാൻസ് ഉണ്ട്. മേ ബി അതിന് ശേഷം 1-2 ദിവസം അങ്ങോട്ടോ നമുക്ക് എക്സ്പെക്ട് ചെയ്യാം. നമുക്ക് 15 തന്നെ നമുക്ക് എന്ത് ചെയ്യാം, തൽക്കാലം പറഞ്ഞു വെക്കാം. റെഡി? അടുത്തൊരു ടൈമാണ്. സാധാരണഗതിയിൽ നിങ്ങൾക്ക് 10ാം ക്ലാസ്സിന്റെയും +2 റിസൾട്ട് ചെക്ക് ചെയ്ത് കഴിഞ്ഞാൽ ഉച്ചയ്ക്ക് 2 മണി അല്ലെങ്കിൽ 3 മണിക്കൊക്കെയാണ് എന്ത് ചെയ്യുക, പ്രസ് മീറ്റിംഗ് നടത്തുക. ഇതിലാണ് പ്രഖ്യാപിക്കാറ്. അപ്പൊ നമുക്കൊരു 3 PM നമുക്ക് എന്ത് ചെയ്യാം, എക്സ്പെക്ട് ചെയ്യാം കേട്ടോ. ഉച്ചയ്ക്ക് ശേഷം വൈകിട്ട് ഒരു 3 PM or 4 PM റിസൾട്ട് നിങ്ങൾക്ക് മിക്കവാറും അറിയാൻ പറ്റുക. ആൻഡ് അതൊരു വർക്കിംഗ് ഡേ ആണ്. അപ്പോൾ സ്വാഭാവികമായിട്ട് നിങ്ങളുടെ സംശയം, അന്ന് സ്കൂളിൽ ലീവ് ഉണ്ടാവും എന്നുള്ള കാര്യമാണ്. അങ്ങനെ ഒരു ലീവ് ഒന്നും ഉണ്ടാവില്ല മക്കളെ, അങ്ങനെ നിങ്ങൾ പ്രതീക്ഷിക്കേണ്ട. ജസ്റ്റ് റിസൾട്ട് വരും. അത് എല്ലാ വർഷവും അങ്ങനെ തന്നെ കേട്ടോ. സ്കൂൾ ഉണ്ടാവുന്നു, സ്കൂളിൽ നിങ്ങൾ ക്ലാസ് എടുത്തുകൊണ്ടിരിക്കുന്ന സമയത്ത് പെട്ടെന്ന് ക്ലാസ്സിലെ ടീച്ചർ ആരെങ്കിലും വന്ന് പറയും റിസൾട്ട് വന്നു എന്ന് പറയും. എന്നിട്ട് ക്ലാസ് ടീച്ചറോ അല്ലെങ്കിൽ എന്തെങ്കിലും സൗകര്യങ്ങളൊക്കെ ഒരുക്കി നിങ്ങളുടെ +1 റിസൾട്ട് മോസ്റ്റ് പ്രോബബ്ലി സ്കൂളിൽ തന്നെ ആയിരിക്കും അറിയാൻ സാധ്യത. അപ്പോൾ നിങ്ങളുടെ മെജോറിറ്റി പേരും അന്ന് സ്കൂളിൽ ലീവ് എടുത്താലോ എന്നൊക്കെ ചിന്തിക്കുന്നുണ്ടാവും. പക്ഷേ ആ ലീവ് എടുക്കേണ്ട കാര്യമൊന്നുമില്ലടാ. നിങ്ങൾ ആ ഒരു ഫേസ് ചെയ്തോ. നിങ്ങൾ അതിനകത്ത് പേടിച്ച് വീട്ടിലിരിക്കേണ്ട കാര്യമൊന്നുമില്ല. ഇതൊരു നോർമൽ കാര്യമാണ്. മാർക്ക് കുറഞ്ഞാൽ അതിന് ഇമ്പ്രൂവ്മെന്റും മറ്റു കാര്യങ്ങളൊക്കെ ഉണ്ട്. അപ്പോൾ അതാണ് അടുത്ത പോയിന്റ്. ഇമ്പ്രൂവ്മെന്റ് ഉണ്ടോ മക്കളെ? നമുക്ക് മാർക്ക് നിങ്ങൾക്ക് എക്സ്പെക്ട് ചെയ്തതിനേക്കാൾ കുറവാണ്. അപ്പോൾ നിങ്ങൾക്ക് ഏതെങ്കിലും സബ്ജക്റ്റിൽ വളരെ മാർക്ക് കുറവാണ്, ഡബിൾ പാസ് ഇല്ല, അങ്ങനത്തെ കേസൊക്കെ വരാനും ഡോണ്ട് വറി. നിങ്ങൾക്ക് 3 സബ്ജക്റ്റ് വരെ ഇമ്പ്രൂവ് ചെയ്യാൻ പറ്റും. അപ്പോൾ ഇമ്പ്രൂവ്മെന്റിന് എക്സാമിന്റെ ഡേറ്റ് ഇപ്പോൾ ഒഫീഷ്യലി പറഞ്ഞിട്ടില്ല. എന്നാലും നമുക്കത് എന്ത് ചെയ്യാം, ഒരു സെപ്റ്റംബർ ലാസ്റ്റ് മുതൽ ഒക്ടോബർ ഫസ്റ്റ് വീക്കിൽ നമുക്ക് എക്സ്പെക്ട് ചെയ്യാം കേട്ടോ. ഇപ്പോഴും ഓണം എക്സാമിന്റെ ഡേറ്റും കൺഫേം ആയില്ല. ഓഗസ്റ്റ് 10 എന്നേ പറഞ്ഞുള്ളൂ. ഇപ്പൊ സെൻസസിന്റെ കാര്യങ്ങളൊക്കെ നടക്കുന്നത് കൊണ്ട് ചിലപ്പോൾ ആ ഡേറ്റുകൾ മേ ബി അങ്ങോട്ടോ ഇങ്ങോട്ടോ ഒന്ന് മാറാൻ സാധ്യതയുണ്ട്. അപ്പോൾ നമുക്ക് എന്ത് ചെയ്യാം, സെപ്റ്റംബർ ലാസ്റ്റ് ഓർ ഒക്ടോബർ ഫസ്റ്റ് ഇമ്പ്രൂവ്മെന്റ് ഉണ്ടാവും എന്ന രീതിയിൽ നമുക്ക് പോകാം. 3 സബ്ജക്ട് ഇമ്പ്രൂവ് ചെയ്യാം. അതിന്റെ ഡീറ്റെയിൽസ് നമുക്ക് വേറെ ചെയ്യാം. സംശയങ്ങൾ നിങ്ങൾ താഴെ കമന്റ് ചെയ്യണേ. ആൻഡ് മറ്റൊന്നാണ് നിങ്ങളുടെ പ്രധാന പ്രശ്നം, മാർക്ക് കുറഞ്ഞു കഴിഞ്ഞാൽ ചീത്ത കേൾക്കില്ലേ, ഞാൻ ക്ലാസ്സിൽ മോശപ്പെട്ടവനായി പോയില്ലേ, പാരന്റ്സിനെ എങ്ങനെ നോക്കും എന്നുള്ള കാര്യമൊക്കെ ആയിരിക്കും. എടാ മക്കളെ, നിങ്ങൾ അക്കാര്യത്തിൽ ഒന്നും പേടിക്കേണ്ട. ഇതെന്താണ്, ഇതൊരു ലൈഫിന്റെ ഒരു ഭാഗം മാത്രമാണ്. നിങ്ങൾ +1 നന്നായി പഠിച്ചോ പഠിക്കാതെ എന്തോ റീസൺസ് ഉണ്ടാവേക്കാം, എനിക്കറിയില്ല. നിങ്ങൾ റിസൾട്ട് വരുമ്പോൾ ജസ്റ്റ് മാർക്സ് അറിയും, അത്രയേ ഉള്ളൂ കേട്ടോ. അല്ലാതെ അതിൽ തോൽവി എന്നൊന്നും അങ്ങനെ ഒന്നും ഉണ്ടാവില്ല കേട്ടോ. ഫെയിലാണ്, നിങ്ങൾക്ക് ഡബിൾ പാസ് ഇല്ല എന്നൊന്നും അങ്ങനെ ഒന്നും എഴുതൂല. ജസ്റ്റ് മാർക്ക് മാത്രം അറിയും. അത് തിരുത്താൻ നിങ്ങൾക്ക് എന്തുണ്ട്, ഇമ്പ്രൂവ്മെന്റ് എക്സാം ഉണ്ട്. മാർക്ക് നിങ്ങൾ എഴുതി കിട്ടിയില്ലെങ്കിൽ റീവാലുവേഷൻ ഉണ്ട്, സ്ക്രൂട്ടിനി ഉണ്ട്. കൂട്ടിപ്പോയി തെറ്റാൻ സ്ക്രൂട്ടിനി ഉണ്ട്. അപ്പോൾ ഡോണ്ട് വറി, നിങ്ങൾക്ക് ഇതൊക്കെ നിങ്ങളുടെ തെറ്റുകളൊക്കെ തിരുത്താൻ പറ്റും. മാർക്ക് കുറഞ്ഞു കഴിഞ്ഞാൽ നിങ്ങളൊന്ന് എക്സ്ട്രാ എഫേർട്ട് എടുത്തു കഴിഞ്ഞാൽ നിങ്ങൾക്ക് എന്ത് ചെയ്യാം, +2ന്റെ കൂടെ തന്നെ 3 സബ്ജക്ട് ഇമ്പ്രൂവ് ചെയ്ത് ആ 3 സബ്ജക്റ്റിൽ വേണം ഫുൾ മാർക്ക് വരെ വാങ്ങാം. ഡോണ്ട് വറി. അപ്പോൾ അതൊന്നും A+ ബാധിക്കാൻ പോകുന്നൊന്നുമില്ല. നിങ്ങൾ എഫേർട്ട് എടുത്താൽ മാത്രം മതി. കുറച്ച് എക്സ്ട്രാ എഫേർട്ടും ചില സാക്രിഫൈസ് നമ്മൾ ചെയ്യേണ്ടി വരും. അപ്പോൾ ഇമ്പ്രൂവ്മെന്റ് എക്സാം +2ന്റെ കൂടെ കൊണ്ടുപോകാൻ കുറച്ച് ബുദ്ധിമുട്ടാണെന്ന് എനിക്കറിയാം. അപ്പോൾ അതുകൊണ്ട് എഡ്യൂപോർട്ട് നിങ്ങൾക്കായിട്ട് സ്പെഷ്യലായിട്ട് ഒരു ക്ലാസ് എടുത്തിട്ടുണ്ട്. +2ന്റെ കൂടെ ഇമ്പ്രൂവ്മെന്റ് പഠിക്കുക. വെറുതെ +1 ക്ലാസ് ഓൺ ആക്കി തരികയല്ല. +2ന്റെ കൂടെ കുറഞ്ഞ സമയം കൊണ്ട് +1 ഇമ്പ്രൂവ്മെന്റ് പഠിക്കാനുള്ള ഒരു സ്പെഷ്യൽ ക്ലാസും സ്പെഷ്യൽ സ്റ്റഡി ടൈം ടേബിളും എഡ്യൂപോർട്ട് അവതരിപ്പിക്കുന്നുണ്ട്. എഡ്യൂപോർട്ടിൽ ഏതെങ്കിലും ബാച്ചിൽ എൻറോൾഡ് ആണെങ്കിൽ അവർക്ക് ഇത് ഫ്രീ ആണ് കേട്ടോ. അപ്പോൾ അവർ ഫോം ഒന്നും ഫില്ല് ചെയ്യേണ്ട. നിങ്ങൾ എഡ്യൂപോർട്ടിൽ ഒരു ബാച്ചിലും ഇതുവരെ ജോയിൻ ചെയ്യാത്തവരാണെങ്കിൽ നിങ്ങൾക്ക് എന്ത് ചെയ്യാം, ധൈര്യപൂർവ്വം ഫോം ഫില്ല് ചെയ്തോളൂ. അപ്പോൾ ഇത് നമ്മുടെ എഡ്യൂപോർട്ട് +2 സൂപ്പർ ബാച്ചിന്റെ കൂടെ ഫ്രീ ആയിട്ടാണ് കൊടുക്കുന്നത് കേട്ടോ. ഓക്കെ? അല്ലാതെ നിങ്ങൾക്ക് പെർ സബ്ജക്ട് 1699 എന്ന് പറഞ്ഞ ഫീസ് ആയിരിക്കും പെർ സബ്ജക്ട് ഉണ്ടാവുക. നിങ്ങൾ ഏത് സബ്ജക്റ്റാണ് ഇമ്പ്രൂവ് ചെയ്യുന്നത് അതിന്റെ മാത്രം കോച്ചിങ്ങിന് 1699 ആണ്. അപ്പോൾ അത് ×3 ചെയ്ത് കഴിഞ്ഞാൽ നിങ്ങൾക്ക് 5097 എന്ന് പറഞ്ഞ എമൗണ്ട് കിട്ടും. പക്ഷേ എഡ്യൂപോർട്ടിന്റെ +2 സൂപ്പർ ബാച്ചിന് സത്യം പറഞ്ഞാൽ എത്രയേ ഉള്ളൂ, 5499 ഉള്ളൂ. അതിന് നിങ്ങൾ ഒറ്റ ടൈമിന് അടയ്ക്കേണ്ട, നിങ്ങൾക്ക് 2-3 തവണകളായിട്ട് അടയ്ക്കാൻ പറ്റും. അപ്പോൾ പെർ സബ്ജക്ട് അല്ലെങ്കിൽ 3 സബ്ജക്ട് ഈ +1 ഇമ്പ്രൂവ്മെന്റ് എടുക്കുന്നതിനേക്കാൾ എന്തുകൊണ്ടും ബെറ്റർ എന്തായിരിക്കും, 5499 +2 കോഴ്സ് എൻറോൾ ചെയ്ത് കഴിഞ്ഞാൽ നിങ്ങൾക്ക് അതിൻ്റെ കൂടെ ഈ പറഞ്ഞ കോഴ്സ് എന്താവും, ഫ്രീ ആയിട്ട് മാറും കേട്ടോ. ഫ്രീ ആയിട്ട് മാറും. അപ്പോൾ ബെറ്റർ ഏതാണ്, വെർത്ത് ഇത് തന്നെയാണ്. അപ്പോൾ ഇത് ആവശ്യമുള്ളവർക്ക് മാത്രം അങ്ങനെ പർച്ചേസ് ചെയ്താൽ മതി. 3 സബ്ജക്ട് ഇമ്പ്രൂവ് ചെയ്യുന്നവർ +2 സൂപ്പർ ബാച്ച് എൻറോൾ ചെയ്യുന്നതായിരിക്കും ബെറ്റർ. ഫോം താഴെ ഉണ്ട്. എഡ്യൂപോർട്ട് സൂപ്പർ ബാച്ചുള്ള സ്റ്റുഡൻസ് ഫില്ല് ചെയ്യേണ്ട കാര്യമില്ല കേട്ടോ. നിങ്ങൾക്ക് ഫ്രീ ആയിട്ട് ഞങ്ങൾ തന്നെ എന്ത് ചെയ്യും, ഞങ്ങൾ ഓൺ ആക്കി തരും. നിങ്ങൾ ഒരു ഫോം ഫില്ല് ചെയ്യേണ്ട കാര്യമില്ല. അപ്പോൾ സംശയങ്ങൾ കമന്റ് ചെയ്യുക, വീഡിയോ ഒന്ന് ലൈക്ക് ചെയ്യുക കേട്ടോ.